ഒരു പുരോഹിതൻ്റെ കുടുംബം എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഏലി പുരോഹിതൻ്റെ കുടുംബം. ദുർമാർഗികളായിരുന്ന 2 മക്കളാണ് ഏലിക്കുണ്ടായിരുന്നത്. അവരെ യാതൊരു തരത്തിലും നിയന്ത്രിക്കുവാൻ ഏലിക്ക് കഴിഞ്ഞില്ല. ഏലി വൃദ്ധനായിരുന്നു. പക്ഷേ താൻ വൃദ്ധനല്ലാതിരുന്നപ്പോൾ മക്കളെ അനുസരണത്തിൽ വളർത്താൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. യാതൊരു തരത്തിലും ദൈവത്തെ ഭയമില്ലാതെയാണ് ആ ചെറുപ്പക്കാർ വളർന്നത്. ആരെങ്കിലും ഇസ്രയേലിൻ്റെ ന്യായപ്രമാണം പ്രകാരം യാഗം കഴിക്കാൻ വരുമ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കും. ആ മൃഗത്തിൻ്റെ തോലുരിയുന്നത് പുരോഹിതന്മാരാണ്. കൂടാതെ ആ മൃഗത്തിൻ്റെ മാംസത്തിൽ ഒരു ഭാഗം പുരോഹിതന്മാർക്കെടുക്കാം, ബാക്കി ഭാഗം യാഗം കഴിക്കുന്നയാൾക്ക് ഉപയോഗിക്കാം. ഈ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മൃഗത്തിൻ്റെ മേധസ് അഥവാ ആ മൃഗത്തിൻ്റെ കൊഴുപ്പ് യാതൊരു കാരണവശാലും പുരോഹിതനോ യാഗം കഴിക്കുന്നയാളോ ഭക്ഷിക്കാൻ പാടില്ല. ഇസ്രായേൽ മക്കൾക്ക് ഒരു മൃഗത്തിൻ്റെ കൊഴുപ്പ് കഴിക്കുന്നത് നിഷിദ്ധമാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ ഈ കാര്യം ശരിവയ്ക്കുന്നു. മൃഗങ്ങളുടെ കൊഴുപ്പ് മനുഷ്യന് അനാരോഗ്യകരമായ ഭക്ഷണമാണ്, അത് കഴിക്കരുത് എന്ന് ആദ്യം ദൈവമാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. എന്നാൽ ഏലിയുടെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും യാഗം കഴിക്കാൻ വരുന്ന ആളുകളിൽ നിന്നും മേധസ്സോടുകൂടി ഇറച്ചി തട്ടിയെടുക്കുമായിരുന്നു. ദൈവം കഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്ന ആ കൊഴുപ്പ് അവർ ഭക്ഷിച്ചു. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ പഠിപ്പിക്കേണ്ടിയിരുന്ന ഈ ചെറുപ്പക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചു. ഇതിനെല്ലാം പുറമെ അവർ അധാർമിക ജീവിതവും നയിച്ചു. പുരോഹിതന്മാർ കേവലം യാഗം കഴിക്കേണ്ട ആളുകൾ മാത്രമായിരുന്നില്ല, അവർ യുദ്ധം ചെയ്യാനും പോകേണ്ടവരായിരുന്നു. മേധസ്സോടുകൂടിയ മാംസം കഴിച്ച് അവർ യുദ്ധം ചെയ്യാൻ പോകാൻ പറ്റുന്ന പരുവത്തിലായിരുന്നില്ല. അവരുടെ അപ്പനായ ഏലിയെക്കുറിച്ച് അയാൾ വളരെ തടിച്ചവനായിരുന്നു എന്ന് കാണുന്നു. ഒരുപക്ഷെ ഈ 2 ദുഷ്ടന്മാരായ മക്കളും തടിച്ചവർ ആയിരുന്നിരിക്കണം. ദൈവം കൊടുക്കുന്ന പ്രമാണങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി കൊടുക്കുന്നവയാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യർ അത് മനസ്സിലാക്കാറില്ല. യാഗം കഴിക്കുന്ന മൃഗത്തിൻ്റെ മാംസത്തോടുകൂടി അതിൻ്റെ കൊഴുപ്പ് അല്പം കഴിച്ചാൽ ദൈവത്തിനെന്താ നഷ്ടം എന്ന് ആളുകൾ ചോദിക്കും. എന്നാൽ ആ ചോദ്യത്തിൽ തന്നെ വലിയൊരു തെറ്റുണ്ട്. ദൈവം ആ പ്രമാണം വെച്ചത് ദൈവത്തിനെന്തെങ്കിലും ഗുണമുണ്ടാകാൻ വേണ്ടിയല്ല, മറിച്ച് അത് മനുഷ്യരുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. അത് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ പ്രമാണത്തെ നിരസിച്ചവർ, ദൈവത്തിൻ്റെ കൽപ്പനയെ കാറ്റിൽ പറത്തി മൃഗത്തിൻ്റെ കൊഴുപ്പ് കഴിച്ചവർ, അവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ തെറ്റ് ചെയ്യുന്നവർക്ക് ദൈവം മുന്നറിയിപ്പ് നൽകും. എന്നിട്ടും അനുസരിക്കാത്തവർക്ക് ദൈവം ബാലശിക്ഷകൾ നൽകും. എന്നിട്ടും മാനസാന്തരപ്പെടാത്തവരെ ദൈവം കൈയൊഴിയും. അതിൻ്റെ അർത്ഥം ദൈവം അവരെ വെറുതെ വിടുമെന്നല്ല, അവരുടെ ശിക്ഷ തീർച്ചയായും നടപ്പാക്കുമെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകും. അതാണ് ഏലിയുടെ മക്കളായ ഹൊഫ്നിക്കും ഫിനെഹാസിനും ഉണ്ടായത്. അവരുടെ ശിക്ഷാവിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവർ 2 പേരും ഒരു ദിവസം തന്നെ കൊല്ലപ്പെടുവാൻ ഇടയായി. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അനുസരിക്കാതിരുന്നാൽ നമ്മളും ക്രമേണ ഈ നിലയിൽ എത്തിച്ചേരും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.